നമസ്കാരം. കഴിഞ്ഞ ദിവസം സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നിന്ന് മിയാമിയിലേക്ക് യാത്ര തിരിച്ച വിമാനത്തിലെ യാത്രക്കാർ നരകയാതന അനുഭവിച്ചത് 15 മണിക്കൂർ. 9 മണിക്കൂർ കൊണ്ട് സ്റ്റോക്ക്ഹോമിൽ നിന്ന് മിയാമിയിൽ എത്തിച്ചേരാം എന്നിരിക്കെ 15 മണിക്കൂറോളമാണ് ഈ വിമാനം ആകാശത്ത് പറന്നത്. ഒടുവിൽ കോപ്പൻഹേഗനിൽ അടിയന്തരമായി നിലത്തിറക്കേണ്ടിയും വന്നു. ഗ്രീൻലാൻഡിന് മുകളിലൂടെ പറക്കുമ്പോൾ ഉണ്ടായ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് വിമാനത്തിൻ്റെ യാത്ര ദുരിതമയമാക്കിയത്. സ്കാൻഡിനേവിയൻ എയർലൈൻസിൻ്റെ വിമാനത്തിലെ യാത്രക്കാരാണ് ഇത്തരം ഒരു പ്രശ്നത്തിൽപ്പെട്ടത്. ഒടുവിൽ കോപ്പൻഹേഗനിൽ ഇറക്കിയ വിമാനം പിന്നീട് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. യാത്രക്കാർക്ക് താമസിക്കാൻ ഹോട്ടൽ സംവിധാനം ഒരുക്കിയതായും ഇന്ന് തന്നെ അവരെ മിയാമിയിൽ എത്തിക്കുമെന്നും വിമാന കമ്പനി അറിയിച്ചു. 254 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അതിലൊരു കുഞ്ഞും ഉൾപ്പെടുന്നു. യാത്രക്കാർക്കാർക്കും പരിക്കേറ്റതായ റിപ്പോർട്ടില്ല. വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രശ്നങ്ങളുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. സാധാരണഗതിയിൽ വിമാനം ആകാശച്ചുഴിയിൽപ്പെടുമ്പോൾ വല്ലാതെ ആടി ഉലയുന്ന പതിവുണ്ട്. വിമാനത്തിനുള്ളിലെ അവസ്ഥ പല യാത്രക്കാരും ചിത്രീകരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റാക്കുകളിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ബാഗുകളും കപ്പുകളുമെല്ലാം വിമാനത്തിനുള്ളിൽ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് അവയിലെങ്ങും കാണാൻ കഴിയുക. കോപ്പൻഹേഗൻ വിമാനത്താവളത്തിൽ യാത്രക്കാരെ സ്വീകരിക്കാനും അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാനും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതായി സ്കാൻഡിനേവിയൻ എയർലൈൻസ് അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു സ്കാൻഡിനേവിയൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ ഒരു യാത്രക്കാരന് നൽകിയ ഭക്ഷണത്തിൽ ചത്ത എലിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ഇതുപോലെ തന്നെ അന്നും കോപ്പൻഹേഗനിൽ ഇറക്കേണ്ടി വന്നു. ഓസ്ലോയിൽ നിന്ന് സ്പെയിനിലെ മലാക്കയിലേക്ക് പറക്കുകയായിരുന്നു ഈ വിമാനം. വിമാനങ്ങൾ കയറിക്കൂടുന്ന എലികൾ പ്രധാനപ്പെട്ട വയറിംഗ് സംവിധാനങ്ങൾ കടിച്ചു മുറിച്ചാൽ അത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുക എന്നതുകൊണ്ടാണ് വിമാനം അന്ന് അടിയന്തരമായി നിലത്തിറക്കിയത്. കഴിഞ്ഞ കുറേ നാളുകളായി മോശം കാലാവസ്ഥയിൽ പെടുന്ന വിമാനങ്ങൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വിമാനത്തിൽ നേരത്തെ യാത്ര ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ വിമാനം ആകാശച്ചുഴിയിൽ പെടുന്ന സമയത്ത് വല്ലാതെ വിമാനം ആടിയുലയുകയും കുലുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഭയപ്പെട്ട് നിലവിളിക്കുകയും അതുപോലെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വിമാനത്തിൽ ഇതൊക്കെ സാധാരണ ഇതിൽ സംഭവിക്കുന്നതാണ് എന്ന് അറിയുകയും ചെയ്യാം. എന്നാൽ യാത്രക്കാർ വല്ലാതെ പരിഭ്രാന്തരാവുകയും അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ വിമാന ജീവനക്കാർ ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ അത് ഇറക്കുക എന്നുള്ളതാണ്. കുറേ നാൾ മുമ്പ് മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം ഇത്തരത്തിൽ ആകാശത്ത് വെച്ച് ആടി ഒലിഞ്ഞതിനെ തുടർന്ന് ഒരു ആൾ മരിച്ചിരുന്നു. ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരിച്ചത്. മറ്റ് പരിക്കേറ്റമൊന്നും ആയിരുന്നില്ല. ഒരു പക്ഷേ ആ നേരത്തുണ്ടെന്ന പരിഭ്രാന്തിയിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് ഹൃദ്രോഗബാധ ഉണ്ടായത് എന്ന് വേണം അനുമാനിക്കാൻ. എന്താണെങ്കിലും സ്കാൻഡിനേവിയൻ എയർലൈൻസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം വളരെ കൃത്യമായ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അവർ അറിയിക്കുന്നത്.